സ്നേഹക്കൂട്ട് സീരിയലിലെ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ പ്രൊമോയിൽ നമ്മുടെ വിശ്വജിത്തിനെ ഇങ്ങനെ ഇന്ദ്രജിത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ പല്ലവിയുടെ അനുജത്തിയായിട്ട് നമ്മുടെ വിശ്വജിത്ത് ഇഷ്ടത്തിലാണെന്നും ഉടനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും നമ്മുടെ ഇന്ദ്രജിത്ത് അറിഞ്ഞു. ഇത് അറിഞ്ഞതോടുകൂടി നമ്മുടെ ഇന്ദ്രജിത്തിന് നമ്മുടെ വിശ്വജിത്തിനോട് വല്ലാത്തൊരു സ്നേഹമാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി എന്റെ പൊന്നനിയനാടാ എന്നൊക്കെ പറഞ്ഞ് വിശ്വജിത്തിനെ നമ്മുടെ ഇന്ദ്രജിത്ത് ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ വിശ്വജിത്തിന് ആ ഒരു ചതി മനസ്സിലാകുന്നൊന്നുമില്ല. പക്ഷെ ഇന്ദ്രജിത്തിന്റെ പ്ലാൻ നമ്മുടെ പല്ലവിയുടെ അനിയത്തിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ ഇന്ദ്രജിത്തിന് തന്നെയല്ലേ ഗുണം. പിന്നീട് പല്ലവിയെ അനിയത്തിയുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അതാണ് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇന്ദ്രജിത്ത് ആ ഒരു വക്കീലിനെ പോയി കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പല്ലവി അനിയത്തിയെ നല്ലതുപോലെ ഒരുക്കി വിടുകയാണ്. അപ്പോൾ അനിയത്തി വേറൊരു സ്ഥലത്തേക്ക് പോകുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പല്ലവിയെ കൊണ്ട് ഒരുക്കിപ്പിക്കുന്നത്. പക്ഷേ അനിയത്തി പോകാൻ പോകുന്നത് നമ്മുടെ വിശ്വജിത്തുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനിയത്തി പല്ലവിയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നെ വെറുക്കെടുത്തിട്ടോ എന്നൊക്കെ. അതിന് മറുപടിയായി പല്ലവി പറയുന്നുണ്ട്, അതിന് മോൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ മോളെ ഞാൻ വെറുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇനി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും പല്ലവി ഇവരുടെ ഈ ചതിയൊക്കെ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പല്ലവി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.